പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തിന് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവിരിക്കുക. വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ലോകവ്യാപകമായി വളരെ പരിഭ്രാന്തി പടർത്തിക്കൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന നിലയിൽ നാം ഈ ദിനങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായി നമ്മുടെ അയൽരാജ്യങ്ങൾക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന് വേണ്ടി നിശ്ചയമായും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മിൽ ആരംഭിച്ച ഒരു ദൈവപ്രവൃത്തി, നാം വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച ഒരു പ്രവൃത്തി, അതിനെ തകിടം മറിച്ച് കളയുന്ന, അതിനെ ഫലപ്രാപ്തിയിലെത്താതെ അതിനെ നശിപ്പിച്ചു കളയുന്ന വിധത്തിൽ പൈശാചിക മേഖലകൾ ഒരുക്കുന്ന തന്ത്രങ്ങളെ മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 4-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാരാഗ്രഹ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. പൗലോസിൻ്റെ നിര്യാണത്തോടനുബന്ധിച്ച് തൊട്ടടുത്ത മുന്നോടിയായി എഴുതിയ ലേഖനങ്ങളിലൊന്നുമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. പക്ഷേ ഫിലിപ്പി ലേഖനത്തിൻ്റെ പ്രമേയമെന്ന് പറയുമ്പോൾ, ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന പദങ്ങളാണ്: കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും കർത്താവിൽ സന്തോഷിക്കുന്ന ഒന്നായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമെന്ന് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതിൽ ആദ്യത്തെ അധ്യായം പറഞ്ഞു തുടങ്ങുമ്പോൾ പൗലോസ് വളരെ ഉറപ്പ് കൊടുക്കുകയാണ്. ആരോഗ്യപരമായ ഒരു ഉറപ്പാണ് പൗലോസ് അവിടെ ദൈവമക്കൾക്ക് കൊടുക്കുന്നത്. പറയുന്ന പ്രകാരമാണ്: നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഊന്നൽ കൊടുത്ത് ചോദിച്ചാൽ, അനേക വ്യക്തികൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന, വിശ്വാസത്യാഗങ്ങൾ നടക്കുന്ന, ദൈവത്തിൽ അല്പം പോലും വിശ്വാസമർപ്പിക്കാതെ അവരുടേതായ ഫെയ്ത്തിനകത്ത്, വിശ്വാസത്തിനകത്ത് ഊന്നൽ കൊടുത്ത് ദൈവമില്ല എന്നും സ്വർഗമില്ല എന്നും ഒക്കെ പറഞ്ഞ് പിന്മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ഒന്നേ ഉള്ളൂ: പ്രാർത്ഥിച്ചിട്ട് അവർ കാത്തിരുന്ന സമയത്ത്, അവർ പ്രതീക്ഷിച്ച സമയത്ത് ഒരു ദൈവപ്രവൃത്തി, ഒരു വിടുതൽ കാണാൻ കഴിഞ്ഞില്ല. ആയതുകൊണ്ട് പിന്മാറിപ്പോകുന്നു. ദൈവമില്ല, ദൈവം പ്രവർത്തിക്കത്തില്ല എന്നുള്ള അനുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ പൗലോസ് വളരെ ശക്തമായി ഉദ്യമിപ്പിക്കുന്ന പദങ്ങളാണ്: നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു ചരിത്രമാണ് ഇസ്രായേലിൻ്റെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടുന്ന ചരിത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മോശ എന്ന അനിഷേധ്യ നേതാവിൻ്റെ പുറകെ അനുഗ്രഹിക്കപ്പെട്ട ഞാനാകുന്നെന്ന പദം പറഞ്ഞ് ഫറവോൻ്റെ അതികഠിനമായ അടിമത്തത്തിൽ നിന്ന് ജനം പുറത്തു വരുമ്പോൾ അവരുടെ പ്രതീക്ഷ, അവർ കാതുകളിൽ കേട്ടത് കനാൻ ദേശമെന്ന വാഗ്ദത്തമായിരുന്നു. കനാനിൽ എത്തിപ്പെടുമെന്നുള്ള വാഗ്ദത്തത്തിലാണ് അവർ ഇറങ്ങിപ്പുറപ്പെടുന്നത്. എന്നാൽ വഴിയിലുടനീളം അവർ അനുഭവിച്ച ക്ലേശങ്ങൾ, ഭാരങ്ങൾ ഒട്ടനവധിയാണ്. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം വലുതാണ്. വാഗ്ദത്തത്തിന് തന്ന ദൈവം അതിലും വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ
വാക്തത്വം എത്രയോ വലുതായിരിക്കുമ്പോൾ അതിനെ തടയുന്ന സാധാന്യ തന്ത്രവും വലിയതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം നാം എത്തിപ്പെടാനിരിക്കുന്ന വാക്തത്വങ്ങൾ, നാം കേട്ടിട്ടുള്ള പ്രവചന ശബ്ദങ്ങൾ അതിലെത്തിക്കാതെ പാതി വഴിയിൽ നമ്മെ നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറഞ്ഞ് നാം പിറകോട്ട് നോക്കുക എന്നുള്ളൊരു എയിമോടെ ഇറങ്ങിപ്പുറപ്പെട്ട, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ അധിപതിയുണ്ട്, ഇരുട്ടിൻ്റെ ശക്തിയുണ്ട്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ചില തലമുറകളെ നോക്കി, ചില കുടുംബങ്ങളെ നോക്കി വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച, വളരെ പ്രതീക്ഷയോടെ അഡ്മിഷൻ എടുത്ത, പ്രതീക്ഷയോടെ കുടുംബജീവിതം ആരംഭിച്ച ചില കുടുംബങ്ങളിൽ എങ്ങുമെങ്ങും എത്തിപ്പെടാതെ വല്ലാത്ത അവസ്ഥകളിലൂടെ, വല്ലാത്ത പ്രതിസന്ധികളിലൂടെ മുൻപോട്ട് പോകുകയാണ്. എങ്ങും എത്തിപ്പെടുന്നില്ല. ഈ യാത്ര എവിടെ എത്തിത്തീരുമെന്ന് ചോദിച്ചാൽ അവർ പറയും, ഇത് എവിടെയോ മുട്ടി നിൽക്കാൻ പോകുകയാണ്, തകരുകയാണ്. തകരുന്നൊരു കപ്പലിൻ്റെ കപ്പിത്താനായിട്ട് യാത്ര തുടരുകയാണ്. ഒട്ടും സമാധാനം അനുഭവിക്കാതെ, ഒട്ടും സന്തോഷമില്ലാതെ, എല്ലാം അവസാനിച്ചെന്നുള്ള മട്ടിൽ അവസാനത്തെ ശ്വാസം വലിച്ചു കിടക്കുന്നത് പോലെ അവസാനിക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഉദ്യമിപ്പിക്കുന്നു. നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ തടുത്തു നിർത്തുവാൻ കഴിയാതെ, നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ ഒതുക്കിക്കളയാൻ കഴിയാതെ, ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോഴും നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട്. വിശ്വാസമുള്ളവർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവശബ്ദം കേട്ടിറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ, അവരുടെ മുമ്പിൽ ആദ്യം വെളിപ്പെട്ടത് ചെങ്കടലാണ്. എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കാത്ത വലിയൊരു പാത മുൻപോട്ട് പോകാതെ, യാത്ര മുൻപോട്ട് നീങ്ങാതെ ചെങ്കടൽ അവസാനിപ്പിച്ച് കളയാൻ തക്കവണ്ണമുള്ള പ്രതിസന്ധി അവർ കാണുമ്പോൾ മോശയോട് പിറുപിറുക്കുന്നുണ്ട്. മിസ്രൈമിൽ ശവക്കല്ലറയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ ചെങ്കടലിൽ തകർക്കുവാൻ കൊണ്ടുവന്നത്? പ്രൈസ് ഗോഡ്. വിളിച്ചതയും വിശ്വസ്തനാണെന്നുള്ളൊരു ഉറപ്പ് അവിടെ കൊടുത്ത് ചെങ്കടലിൽ ചെങ്കൽ പാത ഒരുക്കി ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിപ്പിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. എന്നു വേണ്ട, മരുഭൂമിയിൽ 40 വർഷം അവർക്ക് മഞ്ഞ കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, മാറയെ മധുരമാക്കി. എന്നാൽ മരുഭൂമിയിൽ അവർ പട്ടുപോയത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ, വിളിച്ച ദൈവത്തിൻ്റെ മുഖത്തേക്ക് വിശ്വാസത്തോടെ നോക്കാൻ കഴിയാതിരുന്നപ്പോൾ. എന്നാൽ വിശ്വാസത്തോടെ നോക്കിയ 2 പേർ വാഗ്ദത്തത്തിൽ ചവിട്ടുവാനിടയായി തീർന്നു. ഇന്നെൻ്റെ സന്ദേശത്തിൻ്റെ പ്രമേയ വിഷയവും ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുമെന്ന് പറയുമ്പോൾ, നാം കേട്ട ദൈവശബ്ദത്തെ നാം നമ്മുടെ ചുമലിലേറ്റി നടക്കുവാൻ, ഹല്ലേലൂയ, നാം അതിനെ ഉരുവിട്ടുകൊണ്ട് നടക്കുവാൻ, അതുമായി പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, ഉറപ്പോടെ മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം നമ്മളോട് ചലിക്കും. പക്ഷെങ്കിൽ ഇന്നത്തെ വേളയിൽ, ഇന്നത്തെ സമയങ്ങളിൽ നാം കേട്ട വാഗ്ദത്തത്തെ മറക്കുന്ന നിലയിലാണ് പ്രതിസന്ധികൾ കൊണ്ടുവരുന്നത്. നാം മറന്നുപോകുന്ന നിലയിലാണ് പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിലും നാം കേട്ട വാഗ്ദത്തം അത്രമേൽ വലിയതാണ്, അത്രമേൽ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കി അതിശക്തിയോടെ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് ഉദ്യമിപ്പിക്കുകയാണ്. പൗലോസ് പറയുന്നു, നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി. അതേ പ്രിയപ്പെട്ടവരെ, തലമുറയെ നോക്കി, കുടുംബത്തെ നോക്കി, ശുശ്രൂഷയെ നോക്കി, അങ്ങനെയുള്ള മറ്റു പല വിഷയങ്ങളെ നോക്കി ആത്മാവിൽ നാം പറയണം, എന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചു, അത് തികയ്ക്കത്തില്ലെന്ന് സാധാന്യ മേഖലകൾ പറയുമ്പോൾ അതിനെ തികയ്ക്കുവാൻ എൻ്റെ വിശ്വാസത്തോടെ, ഞാൻ ക്രിസ്തുവിൽ അർപ്പിച്ച വിശ്വാസത്തോടെ അതിനെ തികയ്ക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.